വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സയൻസാണ്. 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും പുതിയ SCERT ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജിയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പറഞ്ഞു ജീവൽ പ്രക്രിയകളിലേക്ക് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്, ഇതിൽ എന്തൊക്കെ ടോപ്പിക്സാണ് ആദ്യം വരുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. മെറ്റബോളിസം, ആന്തര പരിസ്ഥിതിയും സമസ്ഥിതിയും, പ്ലാസ്മ സ്തരവും പദാർത്ഥ വിനിമയവും, പ്രകാശ സംശ്ലേഷണവും പോഷകങ്ങളും, സസ്യസേവനങ്ങൾ, സസ്യസംരക്ഷണം എന്നീ ഭാഗങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഈ തൊട്ടടുത്ത PSCകളിലൊക്കെ. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ജീവൻ്റെ താക്കോൽ ശാസ്ത്രത്തിൻ്റെ സേഫിൽ എന്നാണ്. ഇത് എന്താണ് പറയുന്നതെന്ന് നോക്കാം. കൃത്രിമമായിട്ട് ജീവൻ സൃഷ്ടിക്കാനായിട്ട് പറ്റുമോ? കൃത്രിമമായിട്ട് ജീവൻ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് പറ്റുമോ? എത്രയോ കാലം മുമ്പ് ശാസ്ത്രം ഏറ്റെടുത്ത വെല്ലുവിളിയാണിത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തീവ്രമായത് 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകം പിന്നിട്ടതിന് ശേഷമാണ്. നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിൽ ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ യാഥാർത്ഥ്യമായി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡിനാന്ന് തോന്നുന്നു ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിലാണ് കൃത്രിമ ബാക്ടീരിയ യാഥാർത്ഥ്യമായത്. ഏത് ബാക്ടീരിയയാണ്? കുടലിലും മണ്ണിലും ജീവിക്കുന്ന ഈക്കോളി ബാക്ടീരിയ എന്ന് പറയുന്നത്. എവിടെയാണ്? കേംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകരാണ് കൃത്രിമ രീതിയിലൂടെ സൃഷ്ടിച്ചത്. അപ്പോൾ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. കേംബ്രിഡ്ജിലെ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത ബാക്ടീരിയ ഏതാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഈക്കോളിയാണ് എന്തെന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. അപ്പോൾ സാവധാനത്തിലാണെന്നുണ്ടെങ്കിലും വളരുന്നതിനും വിഭജിക്കുന്നതിനും കൃത്രിമ ബാക്ടീരിയയ്ക്ക് കഴിയും എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ കൃത്രിമ ബാക്ടീരിയ? ഈക്കോളിയാണ്. കേംബ്രിഡ്ജിലെ യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യമായിട്ട് കണ്ടെത്തിയത്. ഈ ക്വസ്റ്റ്യനാണ് ഓൾറെഡി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ഇതിൽ നിന്ന് ഓരോ വരിയും ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിക്കാം. പ്രകൃതിയിൽ കാണപ്പെടുന്ന ബാക്ടീരിയയും ലാബിൽ നിർമ്മിക്കപ്പെട്ട ബാക്ടീരിയയും തമ്മിലുള്ള സാങ്കല്പിക സംഭാഷണം മുകളിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. നീ ഡ്യൂപ്ലിക്കേറ്റ്, ഞാൻ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല, നമ്മൾ രണ്ടും ബാക്ടീരിയകളാണ്. എന്നാൽ എന്നെ ലാബിൽ നിർമ്മിച്ചെന്നുള്ളൂ. അപ്പോൾ ലാബിൽ കൃത്രിമമായിട്ട് ബാക്ടീരിയ ഉണ്ടാക്കും, ഓൾറെഡി ഉള്ള ബാക്ടീരിയസും ഉണ്ടായിരിക്കും. ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം തുടങ്ങിയവയാണ് ജീവലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ജീവലക്ഷണം ഏതൊക്കെയാണ്? ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം തുടങ്ങിയവയാണ് ജീവലക്ഷണങ്ങൾ. ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് എന്ത്? കോശം. കോശം എന്ന് പറയുന്നത് ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം എന്ന് പറയുന്നത്. കോശങ്ങളിലാണ് ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനങ്ങൾ മുഖ്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ രാസപ്രവർത്തനങ്ങൾ മുഖ്യമായിട്ട് നടക്കുന്നത് എവിടെയാണ്? കോശങ്ങളിലാണ് അല്ലേ. കോശങ്ങളിലാണ് ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനങ്ങൾ മുഖ്യമായിട്ടും നടക്കുന്നത്. അപ്പോൾ എന്താണ് ജീവലക്ഷണങ്ങൾ എന്ന് പറയുന്നത്? ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം തുടങ്ങിയവയാണ് ജീവലക്ഷണങ്ങൾ. ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. കോശങ്ങളിലാണ് ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനങ്ങൾ മുഖ്യമായിട്ടും നടക്കുന്നത്. കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും നിരവധി തന്മാത്രകൾ ആവശ്യമാണ്. എന്തൊക്കെ തന്മാത്രകളാണ് ഇതിനുവേണ്ടി ആവശ്യം? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം എന്നിങ്ങനെയുള്ള മൂലകങ്ങൾ പലതരത്തിൽ കൂടിച്ചേർന്നാണ് ഈ തന്മാത്രകൾ രൂപപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെ മൂലകങ്ങളാണ്, തന്മാത്രകളാണ് കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും ആവശ്യം? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം എന്നിങ്ങനെയുള്ള മൂലകങ്ങളാണ് ആവശ്യം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. അപ്പോൾ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ബയോമോളിക്യൂൾസ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. അപ്പോൾ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ ഇതിനൊക്കെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് എന്നിവയൊക്കെ എന്താണ്? കാർബോഹൈഡ്രേറ്റുകളാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റുകളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. നെക്സ്റ്റ് ലിപ്പിഡ് എന്ന് വെച്ചാൽ എന്താണ്? കൊഴുപ്പ്, എണ്ണകൾ എന്നിവയൊക്കെ ലിപ്പിഡിലാണ് വരുന്നത്. ലിപ്പിഡ് എന്ന് വെച്ചാൽ എന്താണ്? കൊഴുപ്പ്, എണ്ണകൾ. പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ എന്നിവയൊക്കെ പ്രോട്ടീൻസ് ആണ്. ഹോർമോണുകളും ആൻറ്റിബോഡികളും പ്രോട്ടീൻസ് ആണ്. ന്യൂക്ലിക് ആസിഡുകളോ DNA, RNA എന്നിവ ന്യൂക്ലിക് ആസിഡുകളാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ലിപ്പിഡ്സ് ഏതൊക്കെയാണ്? കൊഴുപ്പ്, എണ്ണകൾ. പ്രോട്ടീൻസ്, എൻസൈംസ്, ഹോർമോൺസ്, ആൻറ്റിബോഡീസ്. ന്യൂക്ലിക് ആസിഡ് DNA, RNA എന്നിവയൊക്കെയാണ്. മനസ്സിലായല്ലോ.
ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത്. ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മെറ്റബോളിസം എന്ന് പറയുന്നത്? ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത്. ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങൾ, ബയോമോളിക്യൂൾസും മറ്റു രാസഘടകങ്ങളും ചേർന്നിട്ടുണ്ടാകുന്ന ഈ പ്രവർത്തനങ്ങളെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. എന്താണ് അനാബോളിസം എന്ന് പറയുന്നത്? മെറ്റബോളിസത്തെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? അനാബോളിസവും കാറ്റബോളിസവും. അനാബോളിസം എന്ന് വെച്ചാൽ എന്താണ്? തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നതിനെയാണ് അനാബോളിസം എന്ന് പറയുന്നത്. തന്മാത്രകളെ വിഘടിപ്പിക്കുന്നതിനെയാണ് കറ്റാബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നതിന് എന്ന് പറയും അനാബോളിസം എന്നും, തന്മാത്രകളെ വിഘടിപ്പിക്കുന്നവയെ കറ്റാബോളിസം എന്നും പറയുന്നു. ഒരു കുഞ്ഞു കണക്കിന് വലിപ്പം പറയുന്നുണ്ട് എത്ര കോശങ്ങൾ ഉണ്ടെന്നുള്ളത്. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 37 ട്രില്യൺ കോശങ്ങളാണ് ഉള്ളത്. ഓരോ കോശത്തിലും ഓരോ സെക്കൻഡിലും 100 കോടി രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു സെക്കൻഡിൽ ശരീരകോശങ്ങൾ എത്ര രാസപ്രവർത്തനങ്ങളാണ് ഉണ്ടായിരിക്കുക എന്ന് വായിച്ച് നോക്കൂട്ടോ. അത് വായിച്ച് നോക്കി നോക്കൂട്ടോ. അപ്പോൾ മെറ്റബോളിസം എന്താണെന്ന് പറഞ്ഞു അല്ലേ? മെറ്റബോളിസം എന്ന് പറയുന്നതിന് നമ്മൾ എന്തൊക്കെയായിട്ട് തരംതിരിക്കുന്നു പറഞ്ഞു? അനാബോളിസവും കാറ്റബോളിസവും ആയിട്ട് തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു. അനാബോളിസം എന്ന് വെച്ചാൽ കൂടിച്ചേരലാണ്. കാറ്റബോളിസം എന്ന് വെച്ചാൽ എന്തായിരുന്നു? പ്രോട്ടീൻ വിഘടനമാണ്. ഇനി അനാബോളിസം എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? ഇത് പറയുന്നത് എന്തോ ഒരു സംഭവം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, കൂടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചിട്ട് എന്താണ് ഉണ്ടാക്കുന്നത്? ഗ്ലൂക്കോസ് ആണ് നിർമ്മിക്കുന്നത് അല്ലേ? ഗ്ലൂക്കോസ് ആണ് നിർമ്മിക്കുന്നത്. ഇനി എന്താണ് കാറ്റബോളിസം? കാറ്റബോളിസം എന്ന് വെച്ചാൽ പ്രോട്ടീൻ വിഘടനമാണ്. പ്രോട്ടീൻ വിഘടിച്ചിട്ട് അമിനോ ആസിഡുകളായിട്ട് മാറുന്നു. അമിനോ ആസിഡുകളായിട്ട് മാറുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് പറഞ്ഞത്? മെറ്റാബോളിസം എന്ന് പറയുന്നത് അനാബോളിസവും കാറ്റബോളിസവും ഉണ്ട്. അനാബോളിസം എന്ന് വെച്ചാൽ പ്രോട്ടീൻ്റെ കൂടിച്ചേരലാണ്. പ്രോട്ടീൻ്റെ വിഘടനത്തെയാണ് കാറ്റബോളിസം എന്ന് പറയുന്നത്. അനാബോളിസം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞു? കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ജലവും ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു? നമ്മളുടെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞല്ലേ? C6H12O6 എന്ന് പറയുന്ന എന്തുണ്ടാക്കുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ഇനി എന്താണ് പ്രോട്ടീൻ വിഘടനം? കാറ്റബോളിസം എന്ന് പറയുന്നത് പ്രോട്ടീൻ വിഘടനമാണ്. പ്രോട്ടീൻ വിഘടിച്ചിട്ട് അമിനോ ആസിഡുകളായിട്ട് മാറുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ മെറ്റബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനും എൻസൈമുകൾ, ഹോർമോണുകൾ എന്നീ ബയോമോളിക്യൂളുകളും കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട് അല്ലേ? മെറ്റബോളിസം നിയന്ത്രിക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ്? എൻസൈംസും ഹോർമോൺസും ബയോമോളിക്യൂളുകൾ കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് എൻസൈംസ്, എന്താണ് ഹോർമോൺസ് എന്ന് നോക്കാം. ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളെയാണ് എൻസൈമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻസൈം എന്ന് വെച്ചാൽ എന്താണ്? വേഗത വർദ്ധിപ്പിക്കുക അല്ലേ? ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളെയാണ് എൻസൈമുകൾ എന്ന് വിളിക്കുന്നത്. മിക്ക എൻസൈമുകളും എന്താണ്? പ്രോട്ടീനുകളാണ്. പ്രോട്ടീൻസ് ആണ്. ഉമിനീരിലെ സലൈവറി അമിലേസ്, ആമാശയരസത്തിലെ പെപ്സിൻ എന്നിവ എൻസൈമുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എൻസൈംസിന് എക്സാമ്പിൾ പറയുന്നത്? സലൈവറി അമിലേസ് എവിടെയാണുള്ളത്? ഉമിനീരിലാണുള്ളത്. അതുപോലെ തന്നെ പെപ്സിനോ ആമാശയരസത്തിലാണുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഇതിന് എക്സാമ്പിളാണ്, എൻസൈംസിന് എക്സാമ്പിളാണ്. അപ്പോൾ എൻസൈംസ് എന്ന് വെച്ചാൽ എന്താണ്? വേഗത വർദ്ധിപ്പിക്കുന്നത്. രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എൻസൈംസ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഹോർമോൺസ് എന്നാ നോക്കാം. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളെയാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളെയാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഇവയെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? എൻഡോക്രൈൻ ഗ്രന്ഥികളാണ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് പുരുഷന്മാരിലും, അതുപോലെ തന്നെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവ ഹോർമോണുകൾക്ക് ഉദാഹരണമാണ്. ഇത് രണ്ടും സ്ത്രീകളിലാണ്. എന്നിവ ഹോർമോൺസിന് എക്സാമ്പിളാണ് അല്ലേ? വാസോപ്രസിൻ കുറേ ഉണ്ട് അല്ലേ? കുറേ ഹോർമോൺസുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്ന് പറയുന്നത് ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻസൈമുകളും ഹോർമോണുകൾ എന്താണെന്ന് മനസ്സിലായല്ലോ? ഇനി അമീബേനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. അമീബയിലും ജന്തുക്കളിലും എങ്ങനെയാണ് കോശത്തിനുള്ളിലേക്ക് എങ്ങനെയാണ് പദാർത്ഥങ്ങളൊക്കെ ഉള്ളിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് നോക്കാം. അമീബയിലാണെന്നുണ്ടെങ്കിൽ ബാഹ്യപരിസരമാണ് ഇതിനെ സഹായിക്കുന്നത്. അമീബയിലെ ബാഹ്യപരിസരമാണ് സഹായിക്കുന്നത്. ഏകകോശ ജീവികളിൽ ബാഹ്യപരിസരത്തു നിന്നും പദാർത്ഥങ്ങൾ കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഏകകോശ ജീവികളിൽ എങ്ങനെയാണ്? കോശസ്തരം അല്ലേ? ബാഹ്യപരിസരം കോശസ്തരമാണ്. ഈ കോശസ്തരത്തിനുള്ളിലൂടെ കോശദ്രവ്യത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ജന്തുക്കളിൽ എങ്ങനെയാണ്? കോശങ്ങൾക്കിടയിൽ
ദ്രവ്യം ഉണ്ടായിരിക്കും അല്ലെ, ദ്രവം ഉണ്ടായിരിക്കും. ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായി കോശങ്ങൾക്കിടയിലെ ദ്രവത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നും കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. കോശസ്തരത്തിലൂടെ തന്നെയാണ് ജന്തുക്കളിലും എന്ന് നടക്കുന്നത് കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് പദാർത്ഥങ്ങൾ. ഇനി സസ്യങ്ങളിൽ എങ്ങനെയാണ് പദാർത്ഥങ്ങൾ എത്തുന്നത്? ബാഹ്യപരിസ്ഥിതിയിൽ നിന്നും പദാർത്ഥങ്ങൾ വിവിധ മാർഗങ്ങളിലൂടെയാണ് കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. സസ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ കോശഭിത്തിയിലൂടെ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലങ്ങളിലൂടെ അല്ലെ, കോശങ്ങൾക്കിടയിലുള്ള സ്ഥലങ്ങളിലൂടെ എന്തെത്തും? നമ്മളുടെ പരിസ്ഥിതിയിൽ നിന്നുള്ള പദാർത്ഥങ്ങൾ എത്തും. തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മാറ്റ അല്ലെ, തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മാറ്റ എന്ന വഴി എന്ന കോശദ്രവ്യ പാതകളിലൂടെയും എത്തും. പിന്നെന്താണ്? ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് എന്നിങ്ങനെ പ്ലാസ്മ സ്ഥലത്തിലൂടെയും എന്തെത്തും? പദാർത്ഥങ്ങൾ എത്തും. അപ്പോൾ എന്താണ് പറഞ്ഞത്? കോശഭിത്തിയിലൂടെ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ, അതുപോലെ തന്നെ പ്ലാസ്മ ഡെസ്മോറ്റ എന്ന് പറയുന്ന കോശദ്രവ്യ പാതയിലൂടെ, ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്ഥലത്തിലൂടെ എന്നിങ്ങനെ മൂന്നാല് വിധ മാർഗങ്ങളിലൂടെ പരിസരത്ത് നിന്നുള്ള പദാർത്ഥങ്ങൾ സസ്യങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം എക്സ്ട്രാ സെല്ലുലാർ ദ്രവം ആന്തര പരിസ്ഥിതിയായിട്ട് വർദ്ധിക്കുന്നു. അപ്പോൾ ജന്തുക്കളിലെ കോശങ്ങൾക്കിടയിൽ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം എന്ന് പറയുന്നത് എന്താണ്? ആന്തര പരിസ്ഥിതിയായിട്ട് വർദ്ധിക്കുന്നുണ്ട്. സസ്യങ്ങളിലെ ആന്തര പരിസ്ഥിതിയിൽ കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലുള്ള ദ്രവവും വായു അറകളും ഉൾപ്പെട്ടിരിക്കുന്നു. സസ്യങ്ങളിൽ ആന്തര പരിസ്ഥിതിയിൽ എന്തൊക്കെയുണ്ട്? കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളും ഉൾപ്പെട്ടിരിക്കുന്നു. കോശഭിത്തി, അതിലെ ഘടകം, കോശങ്ങൾക്കിടയിലെ ദ്രവം, വായു അറ എന്നിവയൊക്കെ എന്തിലുണ്ട്? സസ്യങ്ങളിലുണ്ട്. എന്നാൽ ജന്തുക്കൾ എന്ന് മാത്രമേ ഉള്ളൂ? കോശദ്രവ്യം മാത്രമുള്ളൂ. ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായിട്ട് നിലനിർത്തുന്നതിനെയാണ് സമസ്ഥിതി പാലനം എന്ന് പറയുന്നത്. ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായിട്ട് നിലനിർത്തുന്നതിനെയാണ് സമസ്ഥിതി പാലനം എന്ന് പറയുന്നത്. മെറ്റബോളിസം സുഗമമായി നടക്കുന്നതിന് ആന്തര സമസ്ഥിതി നിലനിർത്തപ്പെടേണ്ടതുണ്ട്. ആന്തര പരിസ്ഥിതിയുടെ രാസഘടന തകിടം പറഞ്ഞാൽ ജീവന് ഭീഷണിയാകും. അപ്പോൾ എന്താണ് മെറ്റാബോളിസം എന്നും എങ്ങനെയാണ് പദാർത്ഥങ്ങൾ സസ്യങ്ങളിലെയും ജന്തുക്കളിലൊക്കെ എങ്ങനെയാണ് ഉള്ളിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി കോശസ്തരത്തിലൂടെ എങ്ങനെയാണ് പദാർത്ഥ വിനിമയം നടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കി കോശസ്തരത്തിൽ നമ്മൾ ആന്തര പരിസ്ഥിതി പാലിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കോശസ്തരം എന്ന് പറയുന്നത് പുറമേയുള്ള ഭാഗമാണ് കോശത്തിനുള്ളിൽ നിന്നുണ്ട് കോശദ്രവ്യം ഉണ്ടെന്ന് പറഞ്ഞു. പ്ലാസ്മ സ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാനായിട്ട് പറ്റുള്ളൂ. ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയ്ക്ക് ഇതിലൂടെ അനായാസം കടന്നു പോകാനായിട്ട് പറ്റും. എന്നാൽ ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മ സ്തരത്തിലൂടെ പ്രത്യേകതരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടക്കാനാകൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കോശസ്തരം എന്ന് പറയുന്നത് പ്ലാസ്മ സ്തരമാണെന്ന് അറിയപ്പെടുന്നതിന് കാരണം പ്ലാസ്മ സ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാനാകൂ. ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയ്ക്ക് ഇതിലൂടെ അനായാസം കടന്നു പോകാനായിട്ട് പറ്റും. എന്നാൽ ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പെട്ടെന്ന് കടന്നു പോകാനായിട്ട് പറ്റില്ല അല്ലേ. ചില സുഷിരങ്ങളുടെയോ ചാനലുകളുടെയോ മാത്രമാണ് കടന്നു പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്താണ് പ്ലാസ്മ സ്തരത്തെ വർണ്ണധാര്യ സ്തരം എന്നറിയപ്പെടുന്നത്? പ്ലാസ്മ സ്ഥലത്ത് എന്താണ് വർണ്ണധാര്യ സ്തരം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്താണ്? ചില സംഭവങ്ങളിലേ ഓരോന്ന് കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ട് മാത്രമാണ് പദാർത്ഥങ്ങൾ ഉള്ളിലേക്ക് കടത്തി വിടുന്നുള്ളൂ. ഈ അയോൺസും ബാക്കി സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് കടത്തി വിടുന്നുണ്ടോ? പ്രത്യേക സുഷിരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനിയൊരു ആക്ടിവിറ്റി നൽകിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നതെന്ന്. ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധധാര്യ സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ വ്യാപനം എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്സിജൻ തന്മാത്രകളുടെ ഗാഢത വ്യത്യാസം, ഓക്സിജൻ തന്മാത്രകളുടെ ഒഴുക്കിൻ്റെ ദിശ, ഇത്തരത്തിലുള്ള തന്മാത്രകൾ ഒഴുക്കിനെയാണെന്ന് പറയുന്നത് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത് ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കുള്ളത് തന്നെയായിരുന്നു. എന്നാൽ ഡിഫ്യൂഷൻ എന്താണ്? ഓക്സിജൻ തന്മാത്രകളുടെ ഗാഢത വ്യത്യാസവും ഓക്സിജൻ തന്മാത്രകളുടെ ഒഴുക്കിൻ്റെ ദിശയും കൂടി നോക്കുന്നുണ്ട് അല്ലേ. മറ്റൊരിടത്ത് അങ്ങനെ നോക്കുന്നില്ല. ഒഴുക്കിൻ്റെ ദിശയും കൂടി നോക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള തന്മാത്രകളുടെ ഒഴുക്കിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന് ഊർജ്ജം ഡിഫ്യൂഷൻ ആവശ്യമില്ല, ഊർജ്ജം ആവശ്യമില്ല. ഇനി എന്താണ് ഫെസിലേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്? ഓസ്മോസിസ് പറഞ്ഞു, ഡിഫ്യൂഷൻ പറഞ്ഞു അല്ലേ. എന്താണ് ഫെസിലേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്?
പ്ലാസ്മ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജ്ജം ആവശ്യമില്ലാത്ത പ്രക്രിയയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ ഡിഫ്യൂഷനിൽ എന്താണ് ഊർജ്ജം ആവശ്യമുണ്ടെന്ന് അല്ലേ. അപ്പം ചില പ്ലാസ്മ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജ്ജം ആവശ്യമില്ലാത്ത പ്രക്രിയയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂഷനിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, ഊർജ്ജം ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് പറയുന്നത്, പ്ലാസ്മ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന അല്ലേ, പ്ലാസ്മ സ്തരത്തിൽ ചില പ്രോട്ടീൻസിന്റെ സഹായത്താൽ നടക്കുന്ന ഊർജ്ജം ആവശ്യമുള്ള പ്രക്രിയ തന്നെയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിൻ്റെ ഈ ഗാഢത കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നുണ്ട് അല്ലേ. ഇവിടെ എന്തുണ്ട്, വാഹക പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ ചാനൽ പ്രോട്ടീൻ ഉണ്ട് അല്ലേ. വാഹക പ്രോട്ടീൻ ഉണ്ട്, ചാനൽ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താണുള്ളത്, കോശസ്തരം ഉണ്ട്, കോശദ്രവ്യം ഉണ്ട്. അപ്പോൾ ഇതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഊർജ്ജം ആവശ്യമില്ല, സെയിം തന്നെ ഡിഫ്യൂഷൻ്റെ പോലെ തന്നെയാണ് പറയുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് പ്രവർത്തനമാണ്. പ്ലാസ്മ സ്തരത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജ്ജം ആവശ്യമുള്ള പ്രക്രിയയാണെന്ന് പറയുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഊർജ്ജം ആവശ്യമുള്ള പ്രക്രിയയാണ്. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്തൊക്കെയാണ്, തന്മാത്രകളുടെ ഗാഢതയിലെ വ്യത്യാസം, അത് നമ്മൾ സെയിം തന്നെയാണല്ലേ പറഞ്ഞത്. കോശസ്തരത്തിനുള്ളിലേക്കുള്ള തന്മാത്രകളെ പ്രകാശം സഹിക്കുന്ന പ്ലാസ്മ സെല്ലിലെ പ്രോട്ടീനുകൾ ഊർജ്ജത്തിൻ്റെ ആവശ്യകത, ഊർജ്ജം വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, പ്ലാസ്മ സ്തരത്തിലെ പ്രോട്ടീൻസ് കൂടെ നോക്കിയിട്ട് വേണം എന്ന് നടക്കുന്നതിന്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നതിന്. ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗത്തെയാണ് ആൽഗകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഗകൾ എന്ന് വെച്ചാൽ എന്താണ്, ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗത്തെയാണ് ആൽഗകൾ എന്ന് പറയുന്നത്. അവയ്ക്കും പ്രോക്കേരിയോട്ടുകളായ ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കും പോഷകങ്ങൾ ലഭ്യമാകുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, പോഷകം എന്ന് പറയുന്ന പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മാത്രമല്ല, ആൽഗകൾക്കും എന്താണ്, പ്രകാശ സംശ്ലേഷണത്തിലൂടെ തന്നെയാണ് പോഷകങ്ങൾ ലഭിക്കുന്നത്. പ്രോക്കേരിയോട്ടുകളാണ് ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറയുന്നത്. ആൽഗ എന്ന് വെച്ചാൽ എന്താണ്, ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗത്തെയാണ് ആൽഗകൾ എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണം എന്ന് വെച്ചാൽ എന്താണ്, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്, ക്ലോറോഫിൽ വേണം, സൂര്യപ്രകാശം വേണം അല്ലേ. പിന്നെ എന്തൊക്കെ വേണം, 5ാം ക്ലാസ്സിലെ സയൻസിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ ഘടകങ്ങളാണ് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമുള്ളതെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇനി ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടന പറയുന്നുണ്ട്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടന എന്ന് പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത്, ഉപരിവൃത കോശങ്ങൾ പുറത്തുള്ള കോശങ്ങളാണ് ഉപരിവൃത കോശങ്ങൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ എന്തുണ്ട്, സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റൊമാറ്റ എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ഈ ഇലകളിൽ എന്തൊരു സ്റ്റൊമാറ്റ ഉണ്ട്, അതിലൂടെയാണ് എന്ത് പോകുന്നത്, വെള്ളം വലിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ലേ. അപ്പോൾ ചെറിയ സുഷിരങ്ങളിലൂടെ പോകുന്നതിനാണെന്ന് പറയുന്നത് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇനി ക്ലോറോപ്ലാസ്റ്റിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. ഇതിലെന്താണ്, പുറമേയുള്ള ഭാഗത്തെ ബാഹ്യസ്തരം എന്നറിയപ്പെടുന്നു, ഉള്ളിലുള്ള ഭാഗത്തെ ആന്തരസ്തരം എന്നറിയപ്പെടുന്നു. സ്ട്രോമ എന്ന് പറയുന്നത് ഒരു ഭാഗം നൽകിയിട്ടുണ്ട്. ഇതിനുള്ളിൽ ദ്രവ്യഭാഗത്തെയാണ് സ്ട്രോമ എന്ന് പറയുന്നത്. സ്ട്രോമ ലാമല്ല എന്ന് വെച്ചാൽ എന്താണ്, സ്ട്രോമനെ കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. സ്ട്രോമനെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടില്ലേ, ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളതിനെയാണ് സ്ട്രോമ ലാമല്ല എന്ന് പറയുന്നത്. പിന്നെ എന്നിട്ടുള്ളത് ഇങ്ങനെ നാണയങ്ങൾ പോലെ അല്ലേ, നാണയങ്ങൾ അടക്കി വെച്ചിരിക്കുന്ന പോലെ തൈലക്കോയിഡ് എന്ന സ്ഥലസഞ്ചിയാണ്. ഇനി ഗ്രാനയുണ്ട്. ഗ്രാന എന്ന് വെച്ചാൽ എന്താണ്, തൈലക്കോയിഡുകളുടെ അടുക്കിനെയാണ്, ഈ അടുക്കി വെച്ച ഇതിനെയാണ് പറയുന്നത് ഗ്രാന എന്ന്. അവിടെയാണ് ക്ലോറോഫിൽ കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ക്ലോറോപ്ലാസ്റ്റ് എന്താണ്. അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കേട്ടോ നമുക്കൊന്ന് കറക്റ്റ് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക, എങ്ങനെയാണ് നമുക്കൊന്ന് ഇമേജിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ബാഹ്യസ്തരം ആന്തരസ്തരം ഉണ്ട്. ഒരു ദ്രാവക ഭാഗത്തെയാണ് സ്ട്രോമ എന്ന് പറയുന്നത്. ഈ സ്ട്രോമയും ഗ്രാനൊക്കെ ഒന്ന് കേട്ട് പരിചയമുണ്ടാവുമല്ലോ അല്ലേ, പ്രകാശഘട്ടം ഇരുണ്ടഘട്ടം എന്നൊക്കെ അറിയപ്പെടുന്നത് 5ാം ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ട്രോമ എന്ന് പറയുന്ന ഭാഗം എന്താണെന്ന് നമുക്ക് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാന എന്ന് പറയുന്നതും കാണിച്ചിട്ടുണ്ട്. ക്ലോറോഫിൽ കാണപ്പെടുന്നത് എവിടെയാണ്, ഗ്രാനയിലാണ് എന്ത് കാണപ്പെടുന്നത്, ക്ലോറോഫിൽ കാണപ്പെടുന്നത് ഗ്രാനയിലാണ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടന മനസ്സിലായി, സ്ഥാനം മനസ്സിലായി, തൈലക്കോയിഡ്, ഗ്രാന, സ്ട്രോമ എന്നിവയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുത്തോ. ഇനി എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശം, അതുപോലെ തന്നെ എന്ത്, ജലം ആവശ്യമുണ്ട് അല്ലേ, സൂര്യപ്രകാശം, ജലം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ആവശ്യമുണ്ട് എന്തിന്, പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിനായിട്ട്. ഇനി എവിടെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്, പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിലും ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയിലുമാണ്. പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിലും ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയിലുമാണ്.
എന്തൊക്കെ പ്രോട്ടീൻസ് ആണ് അവിടെ ലഭിക്കുന്നത്? ഓക്സിജനും ഗ്ലൂക്കോസാണ് അല്ലേ? ഓക്സിജനും ഗ്ലൂക്കോസാണ് എന്ത് ലഭിക്കുന്നത്? ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓക്സിജനും ഗ്ലൂക്കോസാണ്. ഇനി ഇവിടെ ATP ഉണ്ടാകുന്നുണ്ട്, ഹൈഡ്രജൻ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് നോക്കാം. പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം. പ്രകാശഘട്ടം നമ്മൾ പറഞ്ഞു ഗ്രാനയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അല്ലേ? പ്രകാശഘട്ടം എന്ന് പറയുന്നത് ഗ്രാനയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. അറിയാലോ, പ്രകാശഘട്ടം എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്, ഗ്രാനയിൽ വെച്ചാണ് നടക്കുന്നത്. ജലം വിഘടിച്ച് എന്തായിട്ട് മാറും? ഹൈഡ്രജനും ഓക്സിജനും ആകും. ജലം വിഘടിച്ചിട്ട് എന്തായിട്ട് മാറാണ് ചെയ്യുന്നത്? ഇവിടെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറാണ് ചെയ്യുന്നത്. ഓക്സിജൻ പുറന്തള്ളുന്നു. ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു. ഹൈഡ്രജൻ എന്ത് ചെയ്തു? നേരെ സ്ട്രോമയിലേക്ക് എത്തി അല്ലേ? ഗ്രാനയിലായിരുന്നു അത്. പ്രകാശഘട്ടത്തിൽ എന്ത് സംഭവിക്കും? ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് സ്ട്രോമയിലെത്തുന്നു. ഊർജ്ജ തന്മാത്രയായ ATP ഉണ്ടാകുന്നു. എന്തുണ്ടാകുന്നു? ATP ഉണ്ടാകുന്നു. അപ്പോൾ എന്താണ് പ്രകാശഘട്ടം എന്ന് പറഞ്ഞത്? ഗ്രാനയിൽ വെച്ച് നടക്കുന്നു, പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് നടക്കുന്നു. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു. ഓക്സിജൻ പുറന്തള്ളുന്നു, ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു, ഊർജ്ജ തന്മാത്രയായ ATP ഉണ്ടാകുന്നു. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് ഇരുണ്ട ഘട്ടം എന്ന് പറയുന്നത്? സ്ട്രോമയിൽ വെച്ചാണ് നടക്കുന്നത്, പ്രകാശം ഉപയോഗിക്കുന്നില്ല. ഈ ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജനും ഊർജ്ജവും ഒക്കെ ലഭിക്കുന്ന എവിടെ നിന്നാണ്? പ്രകാശഘട്ടത്തിൽ നിന്നാണ് അല്ലേ? പ്രകാശഘട്ടത്തിലാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞത്? ATP ഹൈഡ്രജൻ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് നേരെ ഗ്രാനയിലേക്കാണ് എത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നാണ് എന്തെടുക്കുന്നത്? പ്രകാശവും ഹൈഡ്രജൻ എടുക്കുന്നത്, ഹൈഡ്രജനും ഊർജ്ജം ATP എടുക്കുന്നത് ഇരുണ്ട ഘട്ടത്തിൽ, പ്രകാശഘട്ടത്തിൽ നിന്നാണ്. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. നമ്മൾ നേരത്തെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്നുണ്ടാകുന്നു, ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഇനി മെൽവിൻ കാൽവിൻ ആരാണ്? മെൽവിൻ കാൽവിൻ ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിന് 1961 രസതന്ത്രത്തിൽ നോബൽ പുരസ്കാരം ലഭിച്ച ആളാണ് മെൽവിൻ കാൽവിൻ ആണ് എന്ത് ലഭിക്കുന്നത്? ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിന് 1961 രസതന്ത്രത്തിൽ നോബൽ പുരസ്കാരം ലഭിച്ചത് മെൽവിൻ കാൽവിനാണ്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ പദാർത്ഥങ്ങൾ, ഉൽപ്പന്നങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്, അതുപോലെ തന്നെ ജലം ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടുന്നു എന്ന് പറഞ്ഞു? ഗ്ലൂക്കോസും അതുപോലെ തന്നെ എന്താണ് ലഭിക്കുന്നത്? ഓക്സിജനും ലഭിക്കുന്നു. ഗ്ലൂക്കോസും ഓക്സിജനും ലഭിക്കുന്നു. ഗ്ലൂക്കോസിൽ നിന്നും വിവിധ പോഷകങ്ങൾ, അപ്പോൾ ഗ്ലൂക്കോസ് ആയിട്ട് കിട്ടും. ഇനി ഗ്ലൂക്കോസിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ലഭിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അതിവേഗം ജലത്തിൽ ലയിക്കുന്നത് കൊണ്ട് അത് അലേയമായ അന്നജമാക്കി സംഭരിക്കുന്നു. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അതിവേഗം ജലത്തിൽ ലയിക്കുന്നത് കൊണ്ട് അത് അലേയമായ അന്നജമാക്കി സംഭരിക്കുന്നു. അന്നജത്തിൽ നിന്നാണ് സസ്യങ്ങളുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത്. അന്നജം മെറ്റാബോളിസത്തിന് വിധേയമായി നിരവധി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ പ്രകാശ സംശ്ലേഷണ ഫലമായിട്ടുണ്ടായ ഗ്ലൂക്കോസ് പെട്ടെന്ന് എന്ത് സംഭവിക്കും? ജലത്തിൽ ലയിക്കും. അത് കാരണം അത് അന്നജമാക്കി സംഭരിക്കപ്പെടാണ് ചെയ്യുന്നത്. അന്നജത്തിൽ നിന്നാണ് സസ്യങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത്. അന്നജത്തിൽ നിന്ന് അതുപോലെ തന്നെ മെറ്റാബോളിസത്തിന് വിധേയമായിട്ട് നിരവധി പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പദാർത്ഥങ്ങളാണ് ഉണ്ടാകുന്നത്? അന്നജം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സൂക്രോസ്, ഫ്രക്ടോസ് അല്ലേ? ഫ്രക്ടോസ് ഉണ്ടാക്കുന്നു. അന്നജം എന്ന് പറയുന്നത് ധാന്യങ്ങളിൽ കാണപ്പെടുന്നതാണ് അന്നജം. സൂക്രോസ് എന്ന് പറയുന്നത് കരിമ്പിലാണ് കാണപ്പെടുന്നത്. ഫ്രക്ടോസ് പഴവർഗ്ഗങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇനി നമ്മുടെ അന്നജത്തിൻ്റെ രൂപത്തിൽ ലഭിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി കൊഴുപ്പിന് കാർബോഹൈഡ്രേറ്റിൻ്റെ രൂപത്തിൽ ലഭിക്കുന്നു അല്ലേ? കാർബോഹൈഡ്രേറ്റുകളാണ് ഈ അന്നജം, സൂക്രോസ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സെല്ലുലോസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ രൂപത്തിലാണ് അന്നജം, സൂക്രോസ്, ഫ്രക്ടോസ് ഒക്കെ ഇരിക്കുന്നത്. ഇനി കൊഴുപ്പിൻ്റെ രൂപത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എണ്ണകളും പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കൊഴുപ്പാണ് അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കൊഴുപ്പിൻ്റെ രൂപത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കൊഴുപ്പിൻ്റെ രൂപത്തിൽ ഉണ്ടാകുന്നത് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ലിപ്പിഡ്സുകളാണ് കൊഴുപ്പുകളും എണ്ണകളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? ലിപ്പിഡ്സാണ് കൊഴുപ്പുകളും എണ്ണകൾ എന്ന് പറയുന്നത് എന്താണ്? ലിപ്പിഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊഴുപ്പിൻ്റെ രൂപത്തിൽ എങ്ങനെയാണ് ആഹാരം സംഭരിച്ച് വെക്കുന്നതെന്നാണ് അവിടെ പറയുന്നത്. കൊഴുപ്പിൻ്റെ രൂപത്തിൽ എങ്ങനെയാണ്? നാളികേരത്തിൽ നിന്നും എന്ത് ലഭിക്കും? എണ്ണ കിട്ടും അല്ലേ? അപ്പോൾ നാളികേരത്തിൽ നിന്ന് എണ്ണ ലഭിക്കും. അതുപോലെ തന്നെ എന്തൊക്കെയാണ്? സൂര്യകാന്തിയിൽ നിന്ന് എണ്ണ, കടുകെണ്ണൊക്കെ ലഭിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് എന്താണ്? ചെറിയ ഈ കടലകളിലൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് പ്രോട്ടീന്. വൈറ്റമിൻസ് പറയുന്നത് പഴവർഗ്ഗങ്ങളിലും പച്ചക്കറികളിലൊക്കെ ഉണ്ടാകുന്നതാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, കൊഴുപ്പ്, പ്രോട്ടീൻ, വൈറ്റമിൻസിൻ്റെ രൂപത്തിലും എന്ത് സംഭരിക്കുന്നുണ്ട്? ഇതിൽ നിന്ന് ലഭിക്കുന്ന ഗ്ലൂക്കോസ് സംഭരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി.
അല്ലേ? അതാണ് പറയുന്നത് പ്രകാശ സംശ്ലേഷണം ഗ്ലൂക്കോസ്, അന്നജം, സൂക്രോസ്, അതുപോലെ തന്നെ വൈറ്റമിൻസ്, ലിപ്പിഡ്സ്, കൊഴുപ്പ്, അല്ലേ? പിന്നെ കാർബോഹൈഡ്രേറ്റ് എന്നീ രൂപത്തിലൊക്കെ ഇത് സംഭരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ സസ്യങ്ങൾ മെറ്റാബോളിസത്തിലൂടെ നിർമ്മിക്കുന്ന പോഷകങ്ങൾ ആഹാരത്തിലൂടെ സസ്യബുക്കുകളിൽ എത്തുന്നു. സസ്യബുക്കുകളെ മാംസബുക്കുകൾ ആഹാരമാക്കുന്നു. സസ്യബുക്കുകളെ ആരാണ് മാംസബുക്കുകളാണ് ആഹാരമാക്കുന്നത് അറിയാലോ. സസ്യങ്ങൾ എന്നാണ് വിളിക്കുന്നത്? സ്വപോഷികൾ എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണ്? സസ്യങ്ങൾ സ്വയം ആഹാരങ്ങൾ സംഭരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ജന്തുക്കൾ എന്താണ്? ആ പോഷകങ്ങളെ ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജന്തുക്കളെ പരപോഷികൾ എന്നാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി സമുദ്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? എന്താണ് സമുദ്രത്തിനെ കുറിച്ച് പറയുന്നത്? ഭൂമിയുടെ 3/4 ഭാഗവും സമുദ്രമാണ്. ലക്ഷക്കണക്കിന് ജീവജാതികളും നിരവധി ആവാസങ്ങളും അവയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല. യൂഫോട്ടിക് മേഖല എന്ന് പറയുന്നത് ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിലാണ് യൂഫോട്ടിക് മേഖല. നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ധാരാളം ജീവികൾ ഈ മേഖലയിൽ ജീവിക്കുന്നു. അപ്പോൾ ഇവിടെ നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കും. കാരണം എന്താ? ഉപരിതലം മുതലാണ് 200 മീറ്റർ വരെ താഴത്തിലുള്ളതിനെയാണ് യൂഫോട്ടിക് മേഖല എന്ന് പറയുന്നത്. അവിടെ നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നതിന് കാരണം ധാരാളം ജീവികൾ ആ ഒരു സ്ഥലത്തായിരിക്കും ഉണ്ടായിരിക്കാം. 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെയാണ് ഡിസ്ഫോട്ടിക് മേഖല. ഇവിടെ പ്രകാശ ലഭ്യത പരിമിതമാണെങ്കിലും സസ്യ കേന്ദ്രീകൃതമായ ജീവജാലികയാണ് അല്ലേ? സസ്യങ്ങളാണ് കൂടുതലായിട്ടാണ് ഉണ്ടായിരിക്കുക. 1000 മീറ്ററിന് താഴെയാണ് എഫോട്ടിക് മേഖല. അവിടെ ലഭ്യമായ സൂര്യപ്രകാശത്തിൻ്റെ അളവ് വളരെ കുറവായതിനാൽ പ്രകാശ സംശ്ലേഷണം നടക്കില്ല. അത് കാരണം ഇവിടെ എന്തുണ്ടാവില്ല? എന്നാൽ ഇവിടെയുള്ള ചില ജീവികൾക്ക് പ്രകാശം ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സമുദ്രത്തിന് 3 മേഖലകളായിട്ട് പറഞ്ഞു. യൂഫോട്ടിക് മേഖല ഉപരിതലം മുതൽ 200 മീറ്റർ വരെയാണ് യൂഫോട്ടിക് മേഖല പറഞ്ഞത്. അവിടെ പ്രകാശമുള്ളതിനാൽ സസ്യങ്ങളും ജന്തുക്കളൊക്കെ നന്നായിട്ടുണ്ട്. എന്നാൽ 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെയുള്ളതിനെയാണെന്ന് പറഞ്ഞത് ഡിസ്ഫോട്ടിക് മേഖല എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രകാശം കുറച്ച് പ്രകാശമുള്ള കാരണം കുറച്ച് സസ്യങ്ങളൊക്കെ ഉണ്ട്. തീരെ താഴെ 1000 താഴെയാണ് എന്ത് വരുന്നത്? എക്ഫോട്ടിക് മേഖല എന്ന് പറയുന്നത്. അവിടെ ചില ജീവികൾക്കൊക്കെ പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. മേൽത്തട്ടിലുള്ള ജീവികളുടെ മൃതാവശിഷ്ടങ്ങളാണ് എഫോട്ടിക് മേഖലയിലെ ജന്തുക്കൾ ആഹാരമാക്കുന്നത്. രാസസംശ്ലേഷണം നിർവഹിക്കുന്ന ചില ബാക്ടീരിയകളും ഇവിടെയുണ്ട്. 2050 ആകുമ്പോഴേക്ക് സമുദ്രത്തിലെ മത്സ്യസമ്പത്തിൻ്റെ ഭാരത്തെ അവിടെ എത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഭാരം പിന്തള്ളുമെന്ന UNEയുടെ പ്രവചനം ഞെട്ടലുളവാക്കുന്നതാണ്. സമുദ്രം ഒരു വിസ്മൃതിയാവാതെ വിസ്മയമായി മനുഷ്യചിന്തയെയും പ്രചോദിപ്പിക്കട്ടെ അല്ലേ? പ്ലാസ്റ്റിക്കുകളൊക്കെ ഇട്ടിട്ട് സമുദ്രമാകെ മലിനമാക്കുകയാണ് ചെയ്യുന്നത്. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ നല്ലൊരു ഭാഗവും സമുദ്രത്തിലെ ഉൽപ്പാദകരാണ് പുറന്തള്ളുന്നത്. മലിനീകരണമാണ് സമുദ്ര ആവാസ വ്യവസ്ഥകൾ നേരിടുന്ന കടുത്ത ഭീഷണി. തന്മൂലം ജീവികൾ വൻതോതിൽ വംശമറ്റ് പോകുന്നു. ഇവിടെ കുറച്ച് സസ്യങ്ങളുടെ സാമ്പത്തിക പ്രാധാന്യം കൊടുത്തിട്ടുണ്ടല്ലേ? റബ്ബർ എന്ന് പറയുന്നതിൽ നിന്നാണ് എന്ത് ലഭിക്കുന്നത്? ലാറ്റക്സ്. റബ്ബറിൻ്റെ കരയാണ് നമ്മൾ പറയുന്നത് ലാറ്റക്സ് എന്ന് പറയുന്നത്. പിന്നെ സുഗന്ധദ്രവ്യങ്ങളുണ്ട്, ഔഷധങ്ങളുണ്ട്, ജൈവ കീടനാശിനികളുണ്ട്, അതുപോലെ തന്നെ പാനീയങ്ങളിലെ തേയില, കാപ്പി എന്നിവയൊക്കെ പാനീയങ്ങളാണ്. ഇനി കണ്ടൽക്കാട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കണ്ടൽക്കാട് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്? കണ്ടൽക്കാട് എന്ന് പറയുന്നത് പ്രകൃതിയുടെ വരദാനമാണ്. കായലും കടലും ചേരുന്ന ഭാഗത്താണ് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്. ഉപ്പുവെള്ളത്തിൽ വളരുന്ന 43 ഇനം കണ്ടൽ സസ്യങ്ങൾ കേരളത്തിലുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? 43 ഇനം സസ്യങ്ങളാണ് കണ്ടൽ സസ്യങ്ങളാണ് കേരളത്തിലുള്ളത്. എത്രയാണ് ഉള്ളത്? 43 ഇനം സസ്യങ്ങളാണുള്ളത്. എവിടെയാണ്? ഉപ്പുവെള്ളത്തിലാണ് വളരുന്നത്. നമ്മുടെ ഈ സംസ്ഥാനത്ത് 1975 എത്ര ഉണ്ടായിരുന്നു? 70,000 ഹെക്ടർ കണ്ടൽക്കാട് ഉണ്ടായിരുന്നു. അതിൽ 98% നശിപ്പിക്കപ്പെട്ടു. അമൂല്യമായ സേവനങ്ങളാണ് കണ്ടലുകൾ പരിസ്ഥിതിക്ക് നൽകുന്നത്. എന്തൊക്കെയാണ് അവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്? മത്സ്യസമ്പത്തിൻ്റെ ഉറവിടം, ജൈവവൈവിധ്യത്തിൻ്റെ കലവറ, തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷണം, നിത്യഹരിതവനങ്ങളെ അപേക്ഷിച്ച് 4 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിലൂടെ ആഗോള താപനത്തിനെതിരെയുള്ള പ്രതിരോധം, സുനാമിയെ തടയില്ല. അപ്പോൾ കണ്ടൽക്കാടുകൾ കൊണ്ട് എന്തൊക്കെയാണ് പ്രകൃതിക്ക് വരദാനം എന്ന് പറയുന്നത്? മത്സ്യസമ്പത്തിൻ്റെ ഉറവിടം, ജൈവവൈവിധ്യത്തിൻ്റെ കലവറ, തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷണം, നിത്യഹരിതവനങ്ങളെ അപേക്ഷിച്ച് 4 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിലൂടെ ആഗോളതാപനത്തിനെതിരെയുള്ള പ്രതിരോധം, സുനാമി തടയൽ. എണ്ണിയാൽ ഒടുങ്ങാത്ത സേവനങ്ങളാണ് സസ്യങ്ങളിൽ നിന്ന് പ്രകൃതിക്കും മനുഷ്യനും ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പം ഇനി കല്യാൺ പുക്കുടൻ എന്ന് പറയുന്ന ആളാരാണ്? ഫേമസ് ആണല്ലേ? കണ്ടൽക്കാടുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുത്ത ആളായിരുന്നു കല്യാൺ പുക്കുടൻ. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലൂടെ അവിടെ പാരിസ്ഥിതിക പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ പരിസ്ഥിതി പ്രവർത്തനങ്ങളാണ് കല്യാൺ പുക്കുടൻ. 1 ലക്ഷത്തിലേറെ കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ച അദ്ദേഹം കണ്ടലുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വളരാൻ അനുവദിക്കണമെന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചു. പല സ്ഥലങ്ങളിലും നടത്തിയ കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം എന്നോണം അദ്ദേഹത്തെ കണ്ടൽ പൊക്കുടൻ എന്ന് വിളിച്ചു. പ്രകൃതിയോടുള്ള സ്നേഹം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലൂടെ തെളിയിച്ച അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ കല്യാൺ പൊക്കുടൻ എന്ന് പറയുന്നത് കണ്ടൽക്കാടുകളെ സംരക്ഷണത്തിലൂടെയാണ് ഫേമസ് ആയത്. ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ് സസ്യങ്ങൾ എന്ന് പറയുന്നത്. സസ്യങ്ങളെ സംഭവിക്കുന്ന ശോഷണം അത്യന്തികമായി ജീവൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയാണ് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇത്രയും
ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. കണ്ടൽക്കാടുകളെക്കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഈ ക്ലാസ്സൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇനിയും ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാനുണ്ട്. 9ാം ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. ഇനിയും കുറേ ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് കിടക്കുന്നുണ്ട്. 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം.